ആനക്കുട്ടനെ കണ്ടോ? ഇവനാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ അതേ കേക്ക് ഞാൻ ചേട്ടയ്ക്ക് കൊടുത്തിട്ട് ഇവിടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വരപരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ടും ഞാൻ വരക്കാൻ ചേട്ടനെയാണ് ഏൽപ്പിക്കാറുള്ളത്. അപ്പോൾ ഇന്നും ദേ അതുപോലെ തന്നെ ഇവിടെ നല്ല ഭംഗിയായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വര കഴിഞ്ഞിട്ട് വേണം ഇനി എൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചേട്ടനെ ഏൽപ്പിച്ച പണി ചേട്ടൻ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മളുടെ ഈ ഒരു ആനക്കുട്ടൻ്റെ മേലിൽ കൂടി നമ്മളുടെ ഗനാഷ് വെച്ചിട്ട് ഒന്ന് വരച്ച് വെടിപ്പാക്കി എടുക്കലാണ് പണി. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, എൻ്റെ കൈ നന്നായിട്ട് വിറക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആർക്കൊക്കെ ഇതുപോലെ ഈ കേക്കിൽ വരപരിപാടികളൊക്കെ നടത്തുമ്പോൾ കൈ വിറക്കും എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ പേര് ഹെസ്ലിൻ എന്നാണ്. ഹെസ്ലിൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ ഈ ഒരു മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹെസ്ലിൻ്റെ സ്റ്റാർസും ആനയൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കാരണം മോഡൽ തന്നതിൽ ഒരു ഹാർട്ട് ഷേപ്പ് ആയിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റാർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിനകത്തേക്ക് ഞാനൊരു ഗ്രേ കളർ ആഡ് ചെയ്തിട്ടോ. പക്ഷേ എൻ്റെ ഗ്രേ കളർ കുറച്ചൊന്ന് കൂടിപ്പോയി. ഇത്രയും ഗ്രേ കളർ എടുക്കേണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ദേ വരയൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ വിഷസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന ഗനാഷ് കൊണ്ട് കുറച്ച് സ്റ്റാർസ് ഇതുപോലെ ഒന്ന് വരച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കേക്കിൻ്റെ ഡിസൈനൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കേക്കും ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. ടാറ്റാ.